മുത്തേ ബ്രദർ. സീൻ നല്ല നല്ല സൈസ് ഉണ്ടല്ലേ, നല്ല വണ്ണുണ്ടല്ലേ. ഇപ്പൊ കത്തുന്നോ? അല്ല കത്തുവോ? താരം ഇറങ്ങ്, നമുക്ക് നടന്നോടെ ഇടുന്ന്. വേണ്ടല്ലേ വണ്ടി കൊറേ എനിക്കറിയില്ല. ആ ദൂരം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നീ വണ്ടിയിലൊക്കെ ഇവര് വരട്ടെ, അവര് വരട്ടെ. തായത്തോട്ടിൽ നടുമീൻ തപ്പി. താര ഉണ്ട് ഇവിടെ തന്നെ. അടുക്ക ഒന്നുകൂടി. എടാ നിങ്ങൾ എത്താനായോ? ഷമീർക്ക് അറ്റുണ്ട്. ഷമീർക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുള്ള എന്റെ ലോക്ക് ചെയ്ത വണ്ടിയില് എടുത്തിട്ട് ഒരുത്തം പോയി. അതിന്റെ തോക്കെല്ലാം പോയിട്ടുണ്ടോ? അവനെ പിടിക്കട്ടെ. അല്ല പിടി പിടി പിടി. നമുക്ക് മെല്ലെ പോവാ താര. ഇത്ര പതുക്കെ മതിയാ? എങ്ങനെ? അല്ല മെല്ലെ പോവാന്ന് പറഞ്ഞു. അല്ല അത് കുഴപ്പമില്ല. അവരെന്തോ എന്തോ ഇതിലാന്ന് വെയ്യ വരുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആര് ടാങ്ക് ഹൗസ് കാണിക്കും? എങ്ങനെ? നമുക്ക് തന്നെ കാണാലോ. ടാങ്ക് ഹൗസ് നമുക്ക് ആര് കാണിക്കും? നമുക്ക് തന്നെ നോക്കിയാ പോരെ. അവരോട് പറഞ്ഞതല്ലേ? വേണ്ട, അവര് ടൈം എടുക്കുമെന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് മെല്ലെ കേറാം, അപ്പൊക്കെ അവരെത്തും. പിന്നെ ടാങ്ക് ഹൗസില് പെണ്ണുങ്ങളിനെ കേട്ടുന്നുണ്ടോ? അതിനെന്താ? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുന്നേ. അങ്ങനൊന്നും ഇതുവരെ. ഉറപ്പല്ലേ? ഒന്ന് ചോദിച്ചു നോക്കേ. ഇല്ല 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 ഇല്ല, എടുക്കാം എടുക്കാം. എടുത്തോ 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 എടുത്തോ. ശരി. ഏതാ? നൈസ് അല്ലേ? ഇത് കൊള്ളാലോ, കൊള്ളാലോ പരിപാടി. പൂള് പിഗ്ഗി, ഇത് മറ്റേ പിഗ്ഗി ബാഗ് എടുക്കുമല്ലോ. നിന്നെ എടുക്കണോ ഞാൻ? നീയല്ലേ എന്നെ എടുക്കേണ്ടത്. ഞാൻ നിന്നെ എടുക്കാം. ഞാനാണോ ഗേൾഫ്രണ്ട്? നീയാണോ? ഞാന്. ഗേൾഫ്രണ്ട് ആണോ നീ? ആയോ? വന്നോ? വരുന്നില്ല. അതെന്താ അറിയില്ല, ഇതിനെന്ത് പ്രശ്നമുണ്ട്. കാരിമിക്ക് വിട്ടിടക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഇങ്ങനെ വേണോ? എന്ത് വേണമെന്ന്? അല്ല ഇങ്ങനെ വേണോന്ന്. നടന്നിട്ട് പോയ പോരെ? വേണ്ട, ഇങ്ങനെ വാ. തോളിൽ കയറുന്ന ഇത് വേണോപ്പാ? തോളിൽ കയറാൻ പറ്റും. ഇവിടെ നിന്ന് ചാടല്ലേ? ചാടാൻ ഇതിന്റെ മുകളിൽ കയറാൻ പറ്റില്ല. പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇത് ഇതെന്താ? കറങ്ങി നോക്കാം പുറത്ത്. മറ്റേ ഈ ചുറ്റു കറങ്ങി നോക്കാം. ഉള്ളില് പിന്നെ പോവാം. ചാറ്റ് ഓക്കെ. ഇത് കൊറേ കളർഫുൾ ലൈറ്റ് എല്ലാം ഉണ്ടല്ലോ. നീ എന്താ ഇറങ്ങിയ? ഞാനൊന്നും ഇറങ്ങിയിട്ടില്ല. വാ നമുക്ക് നടന്നു നോക്കാം. ഇത് വണ്ടി വരുന്ന വഴിയാ. ഗരാജ് ഇവിടെ ഉണ്ട്. ഇവിടെ ഗരാജ് ഉണ്ട്. എന്തൊരു സൗണ്ട്?
അവിടെ നിന്ന് കേറാൻ പറ്റത്തില്ല. വാ. ഇത് ഇത്രേ ഉള്ളൂന്ന് തോന്നട്ടാ. പുറത്തെന്താ ഇതെന്താ? ഓ ടെക്കായി കഴിഞ്ഞോ? ഇല്ല 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 ഇല്ല. ആ നിക്ക് കൊള്ളാട്ടോ. ഓ ഇതിപ്പോ പുറത്തല്ലേ, ഇനിയിപ്പോ അകം കാണണല്ലോ. ഇത് കൊറേ ഉണ്ടല്ലോ. ഇതെന്താ? ചാറ്റ് നോക്കി കളിക്കല്ലോ? ഇല്ല ഇല്ല, ചാറ്റ് ഞാൻ നോക്കുന്നില്ല. കൊറേ ഉണ്ട്. ആരെങ്കിലും വേണോ? അതല്ലടാ നായിക്കളെ ഞാൻ പറഞ്ഞത്, അവരെയും കൂട്ടിയിട്ട് വരാന്ന്. നിങ്ങൾക്കല്ല ധൃതി. കോൾ പപ്പട അതിന് റേഡിയോയിൽ കാണുന്നില്ലല്ലോ. താര ഇങ്ങ വാ. കറങ്ങി വന്നതാ. ഇതെന്താ? അറിയില്ല. നോക്കട്ടെ. എന്തോ റിപ്പയറിന്റെ ഇതാണോ? ഓ എടേ ഓക്കേ ഹെലി. വാ ഇതില് പോവാല. അയ്യോ ചത്തുപോവും. അത് ചത്തൊന്നും പോവില്ല. എടുക്കല്ലേ, ചത്തുപോവും. നീ കേറ്. ഇത് ഓടിക്കാൻ അറിയില്ല നിനക്ക്. നീ കേറ്. കേക്ക് താര, എന്നെ വിശ്വാസം ഉണ്ടേ കേറ്. എനിക്ക് ഓടിക്കാൻ അറിയാം. വെയിറ്റ് ആ കേറട്ടെ. ഇതെന്താ കേറത്തെ? അല്ല കേറ്. ആ കേറിയിട്ടുണ്ട്. കേറിയോ? കേറി. ഇപ്പൊ ചാവേ. എന്ത് ചാവാൻ? ഒന്നും ചാവാൻ പോകുന്നില്ല. ഓ നോക്ക് കാര്യം. ഓ ഇതാണല്ലേ അപ്പൊ ശരിക്കും. ഓ ആടുന്ന എൻട്രൻസ്. ഓക്കെ. ആ ഇത് ഗാങ് ഹൗസ്. ഓക്കെ. അല്ലാ ഉമ്മ അവിടെ എന്താ ലെഫ്റ്റില്? ഒരു മിനിറ്റ് മോളെ. അവിടെ ഒരു ചെറിയ ഐലാൻഡ് നോക്ക് ലെഫ്റ്റില്. ആ അത് കാണുന്നുണ്ട്. മുന്നോട്ട് പോ. മുന്നോട്ട് ഡബ്ല്യു അല്ലേ മുമ്പോട്ട്? എനിക്കറിയില്ല. ഇത് മുകളിലോട്ടേക്ക് മാത്രമേ ഇത് പോകുന്നുള്ളൂ. അല്ല ഡബ്ല്യു അല്ല. അതിനെന്തോ കീസ് ഉണ്ടോ? എനിക്കറിയില്ല. നിക്ക്. എടാ ഹെലികോപ്റ്റർ എങ്ങനെ ഓടിക്കലെന്നറിയോ? നമ്പർ പേടാ. ആ ഓക്കെ 8W. ഇത് മൂഞ്ചി മോനെ. ഇങ്ങോട്ടല്ല, ലെഫ്റ്റ്. ആ അയ്യോ ഇവിടെ ചാവൂടാ. ആക്കല്ലേ. എന്നാ പിന്നെ മുകളിലേക്ക് പോവാ. ഇത് എവിടെ? ശ്രീലങ്ക. നിക്ക്. എന്റെ പൊന്നശമ്മി, ഞാൻ എന്താ ചെയ്യണ്ട ഇപ്പൊ? ഒരു മിനിറ്റ്. ഇത് അല്ലല്ല, അത് ഞാൻ നോക്കുന്നേന്ന്. ഞാൻ ഇത് സ്വിച്ച് പഠിക്കുന്നേ. നീ പേടിക്കല്ല. നീ പേടിക്കാണ്ട് എന്നെ വിശ്വസിക്കേ. നമുക്കൊന്നും പറ്റൂല. എന്നെ വിശ്വസിക്കേ. അല്ലാ. ആ കിട്ടി. ആകാശത്ത്. ഞാൻ ഇപ്പൊ ആകാശത്തുള്ളത്. ഞാൻ ഇത് ഇപ്പത്താ. നിങ്ങൾ ഗാങ് ഹൗസിലേക്ക് വാ. ഞാൻ ഇവിടെ ഉണ്ട്. ചാപ്സത്യ. വാ ഗാങ് ഹൗസ് വാ. എത്രയായി കണ്ടിട്ട് നായി. അയ്യോ ഇനി പോവണ്ട. ഇനി മുകളിലോട്ട് പോവണ്ട. നിക്ക്. എനിക്ക് ഹൈറ്റ്സിനോട് പേടിയുണ്ട്. അങ്കോ പോവല്ലേ.
ആ ഇപ്പൊ നമ്മള് താഴേക്കാ പോകുന്നത്. നമുക്ക് മുതുക്കിൽ ബീച്ചിന്റെ അടുത്ത് ഇറങ്ങാം. ഓക്കെ ബൈക്ക് സേവ് ചെയ്യാം, കാറിൽ പോവാം. എല്ലാരുടെ മുമ്പില് ചത്ത ചാവൂല, ബിലീവ് മീ. ഓക്കെ 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 ഇതിപ്പോ സെറ്റാ. ഓക്കെ ഇപ്പൊ സെറ്റാന്ന്. നീ പേടിക്കല്ലേ, നീ പേടിക്കുമ്പോ നമുക്ക് ഇതാന്ന്. എനിക്ക് പേടിയാ. സമീറിന്റെ പെണ്ണിന് പേടിയാണോ? പോയി വെയിറ്റ് പയ്യെ ലാൻഡിന്. പയ്യാന്ന് പറഞ്ഞ ഇത് എന്റെ കൺട്രോളിലല്ല നടക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്നല്ല. നിക്കടാ വണ്ടി, നിക്കട, നിർത്തടാ നായി, നിർത്ത്. അല്ലാ ഇതെന്താ ഇത്? നിക്ക്. ആ അങ്ങനെ തന്നെ. ആ നിക്ക് 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 നിക്ക്. ആ ഓടിക്കോ താരാ, തുള്ളിക്കോ. അല്ല താരല്ലേ ആ കിടക്കുന്ന ചത്തിട്ട്. പാവം പെണ്ണ് എന്നെ വിശ്വസിച്ചിട്ട് വന്നതാണ്. ഞാൻ ഇതിപ്പോൾ ആരെ വിളിക്കും, എന്താ ഞാൻ ചെയ്യാ? ജി നക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വരണം, ജെയോ ചാപ്സോ ഇവനോ വരണം, അല്ലാണ്ട് ഞാൻ രക്ഷപ്പെടൂല. T/help ഇട്ട് നോക്കാം. എന്താ ഇതിടണ്ടേ? അയാം ബാന്, നോ ബാനോ? അയ്യോ എന്തിനാ ബാനല്ലോ? നോ ഹെൽപ്പ് ബാൻ കിട്ടുമെന്നോ? അല്ല ഇപ്പം ഏത് നായ്ക്കളാ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാന്? നായ്ക്കളെ ഇതാരാ? അന്നൊന്ന് രക്ഷിക്കടക്കായി. ആ വന്നു. ആരിസോ? ഹലോ. യെസ് നിങ്ങള് ആടെ സംസാരിച്ചിരിക്കാണ്ട് അന്നൊന്ന് രക്ഷിക്ക്. ഇവിടെ മേഡം ആരെ എടുക്കുന്നേ? എല്ലടക്കായി നിങ്ങള് സെറ്റായാ? ഇല്ല, നമ്മള് ഇതുവരെ ഇല്ല, ഇനി ആവാം. ഷിമീർ വിളിക്കുന്നു. ഗ്യാങ് റോള് കിടക്കുന്നുണ്ടോ ഇപ്പോഴും? ഇല്ല, ഇപ്പൊ നോ ഗ്യാങ് അൺഅഫിലിയേറ്റഡ്. ഓക്കെ, മറ്റേ F10 അടിച്ചിട്ട് അതിൽ ഗ്യാങ് കിടക്കുന്നുണ്ടോ? F10 എന്നിട്ട് ഗ്യാങ് ആണോ? അതിൽ ഗ്യാങ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഗ്യാങ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. ഇത് സ്വിച്ച് ഗ്യാങ്, ഡിലീറ്റ് ഗ്യാങ്. ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തു. അല്ല അപ്പൊ ഞാൻ കോ ലീഡർ അല്ലേ? കേട്ടില്ല. അല്ല അപ്പൊ ഞാൻ ഗ്യാങ് ഇതല്ലേ? ഗ്യാങ്ങിലിട്ടപ്പോ ഇല്ലേ? ഇല്ല തോന്നുന്നു. ഗ്യാങ് റോൾ ഇല്ലല്ലോ എനിക്ക്. അല്ല എനിക്ക് ഉണ്ടായിരുന്നു, കോ ലീഡർ എന്ന് പറഞ്ഞിട്ട് റോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ? കറന്റ് ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല, ഇപ്പൊ പോയി. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് ഒന്ന്.
എന്താ പറ്റി? ഒരു മിനിറ്റ്. ഏതോ കുണ്ണ പണി തന്നൂന്നാ. ഇതെന്താ സംഭവം? ഇതാരാടാ ഈ സമയത്ത് പെട്ട ഇത്രയും സമയം ഉണ്ടായിട്ട്? ഹലോ ഹലോ ഷിമീർ ഷമീറ, ഗ്യാങ് റോള് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറന്റ്ലി MRC ഗ്യാങ്ങിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഗ്യാങ് വണ്ടി എടുത്ത കണ്ടെന്ന് ആരോ പറഞ്ഞു, അതുകൊണ്ടാ വന്നത്. ഗ്യാങ് വണ്ടി എടുക്കരുത്. ഗ്യാങ് വണ്ടി ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ, അത് ആരോ പറഞ്ഞാണ്. അല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഞാൻ ഗ്യാങ്ങിൽ ഇല്ലേ ഇപ്പൊ? കറന്റ്ലി ഇല്ല, പുറത്ത് റോളില്ല. അത് ഗ്യാങ് ലീഡർ കോ ലീഡർ അവര് സംസാരിച്ചിട്ട് ഗ്യാങ് റോൾ ഇടാൻ പറഞ്ഞത്, പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞത്. എല്ലടാ ടക്കായി. അല്ല ഞാൻ ഇത്രയും സമയം എന്റെ ഇവിടെ ഗ്യാങ് റോൾ ഉണ്ടായിരുന്നു, ഇപ്പൊ റോളില്ല. ദൈവം അത് റോൾ എടുത്ത് കളയാൻ വേണ്ടി വന്നത്. അത് പുറത്തുണ്ടാവൂല. എന്തായാലും നമുക്ക് ഇത് കാണാം. അല്ല നിങ്ങളപ്പോ സെറ്റായോ? നമ്മള് ഫ്രണ്ട്സാ, ബെസ്റ്റ് ഫ്രണ്ട്സ്. ബെസ്റ്റ് ഫ്രണ്ട്സ്. യെസ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഇതാണ്ട്. അല്ല ഷമി, എന്താ നടന്ന ഇവിടെ? എന്ത് സംഭവിച്ചു? അല്ല ദൈവം എന്തിനാ റോൾ കളയാനാ ആണെന്നാ പറഞ്ഞ. ഞാൻ വണ്ടി എടുക്കുന്ന കണ്ടുവെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. MRCന്റെ വണ്ടി എടുക്കുന്ന കണ്ടു. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. അല്ല എടുത്താലെന്താ കുഴപ്പം? ഇനി കുഴപ്പമുണ്ടോ? അമ്മ അവരങ്ങനെ പറയുന്ന എനിക്കറിയില്ല. ബാ നമുക്ക് കാണാം. ഇവനെടെ ജയജയുടെ കാണാനിട്ട് കത്തി വന്നാ. ബാ 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 ഇതെന്താ? ബാ ബാ ബാ. അല്ല താരയുടെ എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. എടാ നീ അല്ല എന്റെ കൂടെ താരുണ്ടായിരുന്നു. ജയ ഒന്ന് പോയിട്ട് കാണിച്ചൊരു ബാ 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 താര വാ. ഞാൻ മറന്ന്, താരനെ ഞാൻ മറന്നടാ. ഷമീറേ ഷമീറേ. വേർ വേർ യു? I am here forever. അതല്ല എവിടെയായിരുന്നു ഇത്ര നാള്? അല്ല ഞാൻ എവിടെല്ലോ പോയിട്ട് വന്നതാ. അതാണ് ജയിച്ച എന്നെ വെടിവെക്കല്ല. സുഖല്ലേ? സുഖം സുഖം. നമുക്ക് കുറെ സംസാരിക്കണ്ടായിരുന്നു. ഈ ടക്കായി ഉള്ളതുകൊണ്ടൊന്നും സംസാരിക്കാനും പറ്റുന്നില്ല. വാ താര. ഞാനല്ലേ ഒരേപോലെയാണ്. വാ അതുകൊണ്ട് തന്നെ പറയാത്തത്. വാ എന്നെ അങ്ങനെ വിളിക്കല്. അല്ലെ ഞാൻ നിന്നെന്തോ വിളിക്കാറുണ്ടല്ലോ. അല്ല ഞാൻ നിന്നെന്തോ വിളിക്കാറുണ്ടല്ലോ. അതെന്താ? അല്ലല്ലല്ല ഞാൻ എന്തോ വിളിക്കാറുണ്ട്. എടി നീ എന്തിനീ ശിഖണ്ഡിനെ പോലെ സംസാരിക്കുന്നത്? ടക്കായി. അയ്യോ അതൊന്നും പറയാൻ പറ്റൂല തോന്നുന്നു. ബാ 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 പോവാ. അയ്യേ ഞാനല്ല, ഞാനൊരു സ്നേഹത്തില്. ബാ ജയ ചാപ്സ് എവിടെ? ചാപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ല ഇത് നീ എന്നെ ഒന്ന് നയിക്കാൻ. എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ എന്തോ പൊട്ടൻ പുട്ട് കണ്ട പോലെ നിക്കുന്നത്. ബാ താര എവിടെയാ പോയി തോന്നുന്നു. ബാ ബാ. ഞാൻ ഇവിടെ വാ. ആദ്യം ഇവിടെ താഴെ നോക്കിട്ട് പിന്നെ അങ്ങോട്ട് പോവാം. എവിടുന്നാ തുടങ്ങുന്നത്?
ഇതെന്താ? യാ അല്ലാ. ഇതെന്താ? ഇതെന്താ ടോർച്ചോ? ടോർച്ചർ മതി. അല്ല ഇത് മറ്റേ ഇതുപോലെ ഉണ്ടല്ലോ ടബിൾ റണ്ണില് നമ്മള് കളിക്കുന്ന ലെവല്. ഓ നമ്മുടെ മീറ്റിംഗിൽ ഇത് ആ ഇതിൽ ആരൊക്കെയാ ഉള്ളത്? ഇത് റൊസാരിയോ, സൈമാലിക്ക്, ചക്കമാരി, ചാർലി, കുറുപ്പ്, ബിലാല്. ഇത് ഷെമീർക്ക് നിക്കണേ. ആ ഞാനതാ. റാംബോ, തൊപ്പിക്ക, ഷെയ്ക്ക്, മാക്ക്, ഗോഡ് ഫാദറും ലീഡറും കോലീഡീസ്. റാംബോയും തൊപ്പിക്ക്. ഇത് ഷെയ്ക്ക്, മാക്ക്, ഇത് ഷെമീർക്ക. പിന്നെ നിങ്ങളെ ഒറ്റക്കുള്ള സുഖം പിടിച്ചോ കണ്ടിട്ട് സുഖം കയറിയാ പൊന്തി അല്ല റാംബോ അല്ല ഇതെന്താ? ഹോളോഗ്രാം അല്ലേ? ഇതിന്റെ ഈ ഫോട്ടോ താര എന്നെ എടുക്കോ? ഇതെന്തിനാ തോക്ക് വാങ്ങിക്കുന്നു? താര നീ സാഡാണോ? ഇല്ലടാ എന്തിറ്റി? ഇല്ലടാ കുട്ടൂന്നൊക്കെ വിളിക്കും. ഇപ്പൊ അങ്ങനെ മാറി. അത് പോയി തോന്നിട്ടാ. മാറ്റി എന്നെ കൊണ്ടുവരക്ക്. ഇത് മാക്കിന്റെ. ഇത് മാക്ക് വായിലേക്ക് തോക്കുടിച്ചിരിക്കുന്നു. രാജുവായും കുറുപ്പും അല്ലേ ഇത്? ഇത് രാജുവായി കുറുപ്പ്. കുറുപ്പും പിന്നെ ചാർലിയുടെ പാന്റോ. ഇത് ഷെയ്ക്ക്. നമ്മുടെ അത് പിന്നെ പറയണ്ടല്ലോ. ഇത് നമ്മളെല്ലാരും കൊറേ ഫോട്ടോ. ഞാന് റാംബോ. ഇതോ? ഇത് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഗണ്ണൊക്കെ വരുമ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ ഉണ്ടോ? ഇല്ല ഇതിനകത്ത് ഷെമീറിക്കില്ല. ഷെമീറിക്ക് അത് കഴിഞ്ഞാ വന്നേ. അതെ ഫസ്റ്റ് നിക്കുന്ന ഞാൻ. ഈ ലൈനില് ഫസ്റ്റ് നിക്കുന്ന ഞാൻ. അല്ല ഇത് ഏത് വണ്ടിയാ? ഏതാ? ബൈക്കിലാ? അതാ അത് നമ്മള് കുറച്ച് അറിയാലോ മണി. നമ്മള് ലൈറ്റിന് പകരം ബുഗാട്ടി പിടിച്ചങ്ങ് തൂക്കിട്ട് അതിന്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റും കൊണ്ട് നമ്മള് ടോർച്ചർ റൂം കാണിച്ചതാണ്. അല്ല അങ്ങോട്ടുണ്ടല്ലോ ഫോട്ടോസ്. ടോർച്ചർ റൂം കാണാനായിട്ട് എനിക്ക്. ടോർച്ചർ റൂം എന്ന് പറഞ്ഞാൽ എന്താ താര? ടോർച്ചർ ചെയ്യാനുള്ള റൂമാ. ഇപ്പം മറ്റേ മനസ്സിലായി. നമ്മള് താര ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ അടുത്തൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കി അപ്പൊ താരനെ നമ്മള് ഹോസ്റ്റ് എടുത്തിട്ട് അങ്ങനെ പറയണ്ട. ഷമീർ ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഷമീറിനെ ടോർച്ചർ ചെയ്യാം. എന്നെ ടോർച്ചർ ചെയ്യണ്ട. ഇത് തീ പിടിക്കുമല്ലോ. ഇത് റിയൽ തീയാന്ന് തോന്നല്ലേ? പിടിക്കോ? ശരിക്കും നോക്കട്ടെ. ലീഗ് ഇങ്ങോട്ട് നോക്കാം. വാ അടുത്തേക്ക് ഇത് എവിടെ നിക്കണം? മതില്ല മോളെ അക്കിപ്പോ തീ പിടിക്കോ?
കുറച്ചും കൂടെ അങ്ങോട്ട് മാറിക്ക്. കുറച്ച് ഈ ഫ്രണ്ടിലേക്ക്. കാലൊന്ന് എൻട്രൻസിന്റെ അവിടെ പോയിക്ക്. ആ കുറച്ചുകൂടി എന്റെ മുള്ള. കാലിനൊന്നും പിടിക്കുന്നില്ലല്ലോ. എന്തിനാ തീ പിടിക്കുന്ന എന്തിനാന്ന്? ഞാൻ കാണിച്ചു ഞാൻ കാണിച്ചു. അതാ പിടിച്ച്. എന്തിനാന്ന് താര. ആ പോയി. പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ. ഡ്യൂപ്ലിക്കേറ്റ് ആണ് വിചാരിച്ചത്. ശരിക്കും ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വിചാരിച്ചതാടാ. പക്ഷേ കക്കരങ്ങളും പള്ളി അങ്ങനെയാണെങ്കിൽ പോലെ ഉണ്ട്. നിങ്ങൾ എല്ലാരും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് പിടിക്കൂല അത്? സൂക്ഷിച്ച് നടക്കണം. നമുക്കറിയാൻ അറിയാത്തവർക്ക് പിടിക്കുള്ളൂ. നീ എന്താടെ തോളത്തിൽ കയറിട്ട് ഇറങ്ങ? ഇല്ല പയ്യനാണോ? ഇറങ്ങ ഇറങ്ങടാ. പിന്നെ താരയുടെ കുട്ടല്ലേ അത്? ഓ കുട്ടു കുട്ടു ഇറക്കിട്ട് വിഷമായി. എക്സൈറ്റ്മെന്റ് ഇല്ല ബേബി. കുട്ടു ഇത് എങ്ങോട്ടാ? ഇത് നമ്മുടെ ആർമറി. ഓ തോക്കല്ലേ? ഇത് പൊട്ടിത്തെറിക്കുവേ. അടിച്ചിടണം. അങ്ങനെ പൊട്ടിച്ച് നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ പൊട്ടിച്ച്. അയ്യോ നിങ്ങൾ ചാവൂ. അയ്യോ എന്നാ മാറ് ഇങ്ങോട്ടേക്കാ. താരാ മോളെ അത് ചത്താ. ഒരു മിനിറ്റ്. ഇല്ല പൊട്ടിക്കണ്ട. പൊട്ടിക്കലോ. ഇതെന്താ മിസൈലോ? അങ്ങോട്ട് പോയി. ഇവിടെ ഇതെന്താ താരാ നീ ഗെയിം കളിക്കുന്നിടാ? ഇതെന്താന്ന്? അവിടെ അല്ല, ഇങ്ങോട്ട് വാ. ഇതെന്താടാ ചാപ്സേ? ഇല്ലേ ഇതെന്താ? എടാ ഇത് ടോർച്ചർ റൂം. ഓ ഇതാ വന്നിട്ടാണ് ഈ ആൾക്കാരെ. ഓ ഓ ഷോക്ക് അടിപ്പിക്കാൻ പറ്റുമോ? അതെങ്ങനെ ഷോക്ക് അടിക്കാൻ? അല്ല അതെന്താ പറ്റിയ? വാ 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 വാ. ഇതെന്താ ലൈറ്റ്? വാ താരാ. ഓടിക്കോ. ഓടിക്കോ. വരുന്നു. മിസ് ചെയ്തട്ടാ. താരയുടെ മുടിയൊക്കെ നല്ല രസമുണ്ടല്ലേ? ഇതെന്താ നിങ്ങളിങ്ങനെ എന്നെ മുണ്ടാണ്ട്? വാ താരാ. വരുന്നു ബേബി. ക്രീപ്പി എന്താ നിന്നോട് നമുക്ക് സ്നേഹമില്ലാണ്ട്? എന്നെ കാണാൻ ക്രീപ്പി. ആര് എന്നെ കാണാൻ ക്രീപ്പി? ലേ ഒന്ന് പറഞ്ഞോടത്തെ. ടക്കായി നിന്റെ വൈഫ് എന്തല്ലോ പറയുന്നുണ്ട് കേട്ടാ. കാണാൻ ക്രീപ്പിയാണ്. അല്ല അയ്യോ താര അതെന്നെ അങ്ങനെ പറയുന്നല്ല. ഇവളെന്നെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നേ. ഇതെന്താണ്? താര നീ ഇറങ്ങണം. അതാ ബോംബെല്ലാം പൊട്ടുന്ന വെച്ചേക്കുന്നത്. ഇതെന്താണ്? ഇതെന്താ കിണറോ? ഓ
നമ്മൾ പുറത്തെത്തി ഷമീർക്ക. ഏ പുറത്തെത്തിയല്ലേ നമ്മള്? പെട്ടെന്ന് പുറത്തെത്താളെ. നമുക്ക് ബാക്കി ഇപ്പൊ ഇത്ര നേരം നടന്ന അതിനെ കൂടെ നടക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അല്ല ഇപ്പൊ പെട്ടെന്ന് ആരെങ്കിലും ഇതിലൊന്ന് ചാടിയാൽ ദാ ഇങ്ങോട്ടാ ആ വാ. ഒന്ന് ചാടി ഇവിടെ. ഞാനോലേലൂതും പീപ്പി. ഷമീർക്ക ഇങ്ങോട്ട് ഇത് കണ്ടിട്ടുണ്ടോ? ടക്കായോടെ ഓ ഇത് എന്റെ ഗോഡ് ഫാദർ അല്ലേ ഇത്? നൈസാ. തൊപ്പിക്ക. എടാ എങ്ങനെയുണ്ട്, നമ്മള് എങ്ങനെയുണ്ട്? വന്നപ്പോൾ ആ കൊള്ളാം, ബട്ടർഫ്ലൈ കൊള്ളാടാ. നോക്കടാ. ഇതെന്താ ഇവിടെ എങ്ങനെ ബട്ടർഫ്ലൈ വരുന്നത്? എഫക്റ്റ്. അത് മനോഹരമായ സ്ഥലങ്ങളിലൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. ഏത് ഇത് കേറാൻ പറ്റൂല ഇതിന്റെ മുകളില്? ഇല്ല. ഏകെ മനോഹരമായ ഇത് സ്ഥലം. ഇത് രാത്രി ആരുടെ രാത്രിയാകുമ്പോ idea? ലൈറ്റ് കത്തുമായിരിക്കും അല്ലേ? ഉണ്ട് കത്ത്. ഷമീർ നോട്ട് ഫോക്കസ്. എടാ ഇത് ഫോക്കസിങ്ങിന്റെ അല്ലടാ ഞാൻ മറ്റേ പറഞ്ഞു. നമ്മുടെ ഞങ്ങക്ക് അത് പെട്ടെന്ന് മറ്റേ ഗോഡ് വന്ന് എന്തോ ഒരു പെട്ടെന്ന് ഒരു ഇതായി. അതാ അത് ഈ ഗംഗോസ് കൊണ്ടത്. അതാ വേറൊന്നും അല്ല. നൈസാണ് കേട്ടോ ഇത്. അത് വിട്. ബാ. ബാ 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 ബാ. അല്ല അപ്പൊ ഇതിന്റെ അകം ഇത്രേ ഉള്ളൂ? അല്ല അകമുണ്ട്. ബാ കാണിച്ചു വാ, വാ, വാ. താര വരൂ താരക്കുട്ടി. ദേ വരുവാ കുട്ടാ. ഇതൊക്കെ നമ്മൾ സാഡൊന്നല്ലടാ. ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കേട്ടാലും പറഞ്ഞാലേ ഞാൻ പെട്ടെന്ന് ഒരു ഇങ്ങനെ ഒരു സോൺ ഔട്ട് ആവും പെട്ടെന്ന്. പിന്നെ കുറച്ച് സമയത്തേക്ക് ഒരു 10-15 മിനിറ്റ് ഒരു ഇതാവും. പിന്നെ അങ്ങനത്തെ ഒരു ഇതാ അത് റെഡിയാവും. ഓ ഇതിപ്പോ നമ്മള് പുറത്തെത്തിയല്ലേ? ഓ ഇത് അകത്താണോ? വീടിന്റെ അകത്ത്. വാ. നമ്മൾ നേരത്തെ ഗാരേജ് കണ്ടല്ലേ? ബാത്റൂം. എവിടെ ഇത് ബാത്റൂം. അയ്യോ ഷമി നിക്ക് എനിക്ക് കാണാൻ പറ്റുന്നില്ല മോളെ. ഷമി ആ ഇത് പെണ്ണുങ്ങളുടെ ബാത്റൂം. അപ്പൊക്കോ അങ്ങനെ പെണ്ണുങ്ങളുടെ അല്ല ഇത് കാണാൻ വേണ്ടിയില്ല. അതിന് പ്രശ്നമില്ല. വാ. അല്ല ഇത് പെണ്ണുങ്ങളുടെ താരാ. അല്ല ഒരു മിനിറ്റ് പോവല്ലാട്. ഒരു മിനിറ്റ് എന്ത് നിക്ക്. അല്ല നീ ആടെ നിക്ക്. ജെ ഒരു 2 മിനിറ്റ് ഞാൻ മാറി തരണോ? നീ ഇടുന്നോ? താര ഓ ഇവിടെ മിറർ അല്ലല്ലോ. എങ്ങനെ ഇവിടെ മിറർ. എങ്ങനെ മിററിന് എന്താ പറയാ? മിററിന് കണ്ണാടി. ആ കണ്ണാടി കണ്ണാടി ഇല്ല ഇവിടെ. നീ കുളിച്ചിനോ? ഓ ഞാൻ കുളിച്ചിട്ടുണ്ട്. കുളിച്ചു. ഷവർ എന്തോ നീ കുളിച്ചില്ലെങ്കിൽ കുളിച്ചിട്ട് വാ. ഞാൻ പുറത്തുണ്ടാവും. അല്ല ഞാൻ കുളിച്ചോളാം. എന്തോ ഷവർ എന്തോ വർക്ക് ചെയ്യുന്നില്ല എന്തോ. ഇവിടെ ഷവർ ഇല്ലല്ലോ. ഇത് മുകളില് ഉള്ള ഷവർ അല്ലേ? എവിടെ? അത് ലൈറ്റ് ആണോ? അത് ബാത്ത് ടബിന്റെ മുകളില് ലൈറ്റാ. ഇവിടെ ഷവർ ഇല്ല. കുളിക്കാനാണെങ്കിൽ ഇതില് ബാത്ത് ടബില് മാത്രം കുളിക്കണം. ഞാൻ പറയട്ടെ നമ്മക്കിപ്പം വേണമെങ്കിലേ ആരുമില്ല ഒരു അങ്ങനെ അല്ല അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നീ ആദ്യം അറിയില്ല മൂത്രം കഴിച്ചോ? പുറത്ത് വെയിറ്റ് ചെയ്യാം. ഒഴിച്ച് പോവാ. സാധനം കാണിച്ചു. ഇങ്ങോട്ടാ. എനിക്കൊന്നും കാണണ്ട. അല്ല അങ്ങനല്ല. നോക്കി 2 കമിതാക്കൾ അവിടെ പാട്ടും പിടിച്ച് ഡാൻസ് കെട്ടിപ്പിടിച്ചിരിക്കണോ? നോക്കി. നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങള് തമ്മിൽ ഒന്നും ഇല്ലാന്ന്.
ഇതെന്താ രണ്ടാൾക്കാർക്ക് ഒരു ശരീരാന്നുള്ളത്? അല്ല കൈ നീ ഉറങ്ങിപ്പോയപ്പോ വല്ലാണ്ട് ഇപ്പൊ ഇതായി പോയേട്ടാ. ഞാൻ ഉറങ്ങിപ്പോയപ്പോ ഇങ്ങനെ ആയിരിക്കും നിങ്ങള് ഉറങ്ങലല്ലേ, ഞാൻ പറയുന്നില്ല. അല്ല ഷമീർ, അങ്ങനല്ല, നമ്മള് ഫ്രണ്ട്സ് തന്നെയാ. പക്ഷെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. ബെനിഫിറ്റ്സ് അല്ലേ? അല്ല 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 അതായത് അങ്ങനത്തെ സാധനം അല്ല, ഉണ്ടല്ലോ. ബെസ്റ്റ് വൈഫ് ഫ്രണ്ട്സ് ആയാൽ ഹസ്ബൻഡ് അങ്ങനെ കെട്ടിപിടിക്കില്ലല്ലോ. അല്ല, നമ്മള് കുറച്ച് ഡിഫറെന്റ് അല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും എന്റെ ബോയ് ഫ്രണ്ട് പോലും അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നിക്കത്തില്ല. അല്ല ഷമീർ, ഞാനും എന്റെ ബെസ്റ്റ് അതെ, ഫ്രണ്ട് അതെ, അങ്ങനെ അതെ. കെട്ടിപ്പിടിച്ച് നിൽക്കുക. അത് വിട്, നിങ്ങളെ കപ്പിൾസ് അങ്ങനെ ചെയ്യുന്നത് വളരെ ബട്ട് മോശം. ഓൺലി ടക്കായി. ഓക്കെ, വാ. താര നമുക്ക് പോവാം. ഇവിടെ ഇവിടെ എവിടെ? ഷമീ, ഇവിടെ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. നീ എന്താ നീ സൂസു തത്സമയം പോയിട്ട് കഴിഞ്ഞോ? വന്നതല്ലേ? സെറ്റായില്ലേ? തത്സമയം കഴിഞ്ഞോ? തത്സമയം ഇല്ല 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 ഇല്ല. ഇല്ല അല്ലേ? നമ്മുടെ ലൈബ്രറി ലൈബ്രറി നൈസ്. ഇവിടെ ഏതൊക്കെ ബുക്ക് ഉണ്ട്? ബുക്ക് എന്ത് ബുക്കല്ല, എടുത്ത് വായിച്ചു നോക്കിയോ? ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, ഇങ്ങോട്ട് ഞാൻ വരാറില്ല. ഞാനും വരാറില്ല, എനിക്ക് ഇഷ്ടല്ല, എനിക്ക് പണ്ടേ ഇഷ്ടല്ല. സൂപ്പർ. നീ വിദ്യാഭ്യാസേ ഇല്ലടാ. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, പിന്നെ ഇങ്ങനെ നിന്നെ കണ്ടറിയില്ലേ? ആണല്ലേ? എന്നെ കണ്ടില്ലെങ്കിലും മനസ്സിലാവും അതെന്താ? എന്റെ സംസാരം കേട്ട്. നിന്റെ പിന്നെ സംസാരവും കേക്കണ്ട, കണ്ടാ മതി. എന്റെ സംസാരം കേട്ടാൽ എന്ത്? ഒന്നുമില്ല, ഞാൻ പറയുന്നില്ല, ഒന്നുമില്ല. കിച്ചൺ ജേജ ഒന്ന് ഇങ്ങോട്ട് വരാം. അങ്ങനെയൊന്നല്ലേ, ഇതെന്റെ ഏച്ചിയാണ്. ഇതെല്ലായിടത്തും പോകുന്ന എല്ലായിടത്തും ഉണ്ടല്ലോ. അല്ല, നമ്മള് താര അത് വിട്, നമ്മക്കോ നടക്കുന്നില്ല, അവർക്കങ്ങ് നടക്കട്ടെ, വിട്. സത്യം പിന്നല്ലാതെ. അപ്പൊ നിങ്ങള് തമ്മിൽ ഇതൊരു കെട്ടിപ്പിടുത്തം പോലെ നടന്നില്ല. അത് വീർന്ന് നടക്കട്ടെ. ഞാൻ വരാം ഇപ്പൊ, ഒരു മിനിറ്റ് താര. അല്ല അതല്ല, നീ എന്നെ റൊമാൻറ്റിക് പ്ലേസിൽ എത്തിച്ചാ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. വേറെ ഇല്ല കേട്ടാ. ഇതാണ് അവിടെ പോയിട്ട് ഇടിക്കാം. എനിക്ക് അല്ല ഈ അല്ലടാ, അന്നൊരു ബെഡ്റൂമിലോ അവിടെ പോയി ബെഡ്റൂമിൽ കൊണ്ടുപോകാനാ? എടാ അങ്ങനല്ല, ബെഡ്റൂം എടാ അതിനല്ല, ബെഡ്റൂമിൽ എന്നെ കൊണ്ടുപോയാ മതി, അതിനല്ല, വെറുതെ കൊണ്ടുപോയാ മതി. അല്ലല്ലോ പറഞ്ഞ ഇപ്പൊ സാധനം ഇട്ടു പോയി. എന്റെ ആടെ പോയിട്ട് ഈ ഞെക്കണം കേട്ടാ. നിക്കാം, ഇവിടെ നിക്കാൻ പാടില്ല, ആടെ പോയിട്ട് ഈ ഞെക്കിയാ മതി. വന്നോ? വന്നു അവിടെ പോയി നിൽക്കുക. അത് ജേജ ആക്കി തരാ, ഇവനാക്കി തട്ടാ, കൈ ആക്കി തരാം. ഞാൻ കുണ്ടനല്ല. അതെ, ബാ താര ഇങ്ങോട്ട് വരും. ജേജക്ക് എവിടെയോ ഒരു സ്ഥലം കാണിച്ചു തരാറുണ്ട്, ബാ. ഇവിടെ ഒന്ന് കാണിച്ചു തരാറുണ്ട്. ഞാനും നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തു. നീ ഇല്ല, നമ്മള് കുണ്ടനാന്നൊന്നും ഓൾറെഡി ഡൗട്ട് ഉണ്ട് വിക്കട്ടെ. കൈ നീ ഇങ്ങനൊന്നും പറയല്ല. ബെഡ്റൂം എത്തി. ഇത് ജിമ്മാണോ? ഞാൻ വിചാരിച്ച്. ഷമീർക്ക് എനിക്കൊരു കോൾ കൊള്ളാം. ജേജന്റെ അഭിനയം നോക്കിയാ ഷമീർക്ക് ഒരു കോള് വന്നു, ഞാൻ ഇപ്പൊ വരാതെ. ഇതന്നെ പറ്റിയ സ്ഥലം. എനിക്കെന്തോ ഭയങ്കര ക്ഷീണം. അയ്യോ,
ഇതെന്താന്ന് ചത്തതാ? അല്ല അത് യോഗാസനമാണോ? പൊസിഷൻ നീ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല. താരാ ഓക്കെ അല്ലേ നീ? ഓക്കെ ആണ്. ഒരു മിനിറ്റേ. അയ്യോ അമ്മയെ തലയിറങ്ങുന്നു. അയ്യോ ഞാൻ തലയിറങ്ങി വേണം. ആണോ? അന്ന് റെസ്റ്റ് എടുത്തോ, ഞാനേ മറന്നു കൊണ്ടുവരാം. ഓക്കെ? എങ്ങനെ മെഡിസിൻ അതിനെന്താ പറയും? മെഡിസിൻ എന്താ പറയടാ? എന്ത്? എടാ മെഡിസിൻ എന്താ പറയും മലയാളത്തിൽ? മെഡിസിന് മരുന്ന്. അല്ലല്ല അത് വേണ്ട. ഒരു മിനിറ്റ് താരാ, ഞാൻ എന്താ പറയുന്ന വെച്ചാല് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? തല അത് മാറി. ഇടം വരെ എത്തിയ സ്ഥിതിക്ക് ഒരു കിസ് തന്നൂടെ? ഷമീർ വേണ്ട, വാ പോവാ. ഇത് ഗാംഗോസ് ആണ്. അയ്യോ എന്താ ഇത്? പിടിച്ച് നിക്കടാ. പിടിച്ച് നിക്ക് കൊടുത്തത്. ഇതെന്താ ലോഡ്ജോ? ഇത് MRC ഗ്യാങ് ഹൗസ് ആണ്. ഇതെന്താന്ന്? ഇത് ലോഡ്ജാന്നോ? ടക്കായി കൊടുത്തു. കുട്ടികളൊന്നാവൂലെന്നാ? അതാണ്. ഇതെന്തോ സുമതി വിലാസം ലോഡ്ജ് പോലെ ഇതുള്ളത്. എവിടെ അവനെ? പോയവന്. ഇതിപ്പോ ഞാനെവിടെ എത്തിയത്? താരാ എടാ ഇത് ഗാംഗോസ് ആണെന്ന് അവരോട് അതെ നമുക്ക് ഇറങ്ങാന്. നിന്നോടും പറയാ ഇത് ഗാംഗോസ് ആണ്. നിന്റെ വീട് എന്റെ വീടൊന്നും അല്ല, മനസ്സിലായോ? ഐ മീൻ നമ്മുടെ ഗാരേജ് ഉണ്ട്. നമ്മുടെ ഹെലി ഗാരേജ് ഉണ്ട്. അല്ല അത് ഞാൻ പോയിട്ടില്ല. നിന്റെ കണ്ടു കേട്ടാ, നിന്റെ എല്ലാം പിടിച്ചിട്ടുണ്ട് ടക്കായോ. ഒന്നും അറിയില്ലല്ലോ. പാവം. ഫോൺ ഓണാക്കി. എവിടെ വീഡിയോ? ഗാലറിയിലല്ലേ? വേറൊന്നും കൂടി ഉണ്ട് എന്റെ നിക്ക്. ഇപ്പൊ ചത്തേനെ. അല്ല ഇതെന്താ? ഇതിലൊന്നുമില്ലല്ലോ. ഇതില് ശേഷം ഇവിടം വരെ വന്നല്ലേ? അങ്ങനല്ല, അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒന്നും നടന്നിട്ടില്ലടാ. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയടാ. അൺറൊമാൻറ്റിക് ആണല്ലേ ഈ താര കാര്യം. ഞാനും ആലോചിക്കും. എപ്പെങ്കിലും ഏതെങ്കിലും ഒരു 3 മാസം കൂടുമ്പോ ഒരു ഉമ്മ തന്നാ തന്ന്. ഇത് ഇത്രയും നല്ല നീയല്ല ഇപ്പൊ എന്തെല്ലാം കളി കളിക്കുന്നത്. വിട്, അത് നിർത്ത്. എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനിങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ മുരടിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ പറയട്ടെ, ഒരു ഉമ്മൻ തരുവച്ചപ്പോ എന്നാ പറഞ്ഞേ? ഉമ്മൻ തരുമെന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞത്? ഇല്ലാന്നല്ല. എന്താന്ന്? അത് ഇല്ല. എന്നെ പേടിപ്പിക്കലാന്ന് ഇവിടെ മെയിന്. ഷെമി എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതാക്കും. അപ്പൊ ഞാന് എന്നിട്ട് ഞാൻ അങ്ങ് നിക്കും. എന്നെ പേടിപ്പിച്ചിട്ട് ഇവിടെ ഇതാക്കുന്നതാണ്. അപ്പൊ അതന്നെ. അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഷെമിയൊക്കെ ഗിഫ്റ്റ് നാളെ കൊടുക്കാം. ഇങ്ങനെ ആക്കുവാ. അങ്ങനെയല്ല, ആക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ അതും കൂടി ഞാൻ ഒന്ന് ഇന്നെ പോലെ ഒരു കോഴിയായി നോക്കട്ടെ, നിക്കട്ടെ. അല്ല അങ്ങനല്ല, ഒരു റൊമാൻറ്റിക് ആയി നോക്കട്ടെ. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അങ്ങനത്തെ ഒന്നും ഇല്ല.
വേറെ ആർക്കും ഇങ്ങനെ ഇല്ല ഇല്ല ശരി തന്നെ ഓക്കെ. പക്ഷെ എന്റെ അടുത്ത് ഇങ്ങനെ കളവ് അറിയില്ല നിങ്ങൾ. എനിക്ക് നിങ്ങളെ മനസ്സ് വരെ അറിയാം, മനസ്സിലാ? നിങ്ങളെ മനസ്സിൽ എന്താണെന്നും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും എല്ലാം എനിക്ക് അറിയാം. ഇവളെ എവിടെ പോയി ചത്താക്? അല്ല നീയല്ല, ഓള് എന്റെ ഓള്. ദാറ്റ് അൺറൊമാൻറ്റിക് വൈഫ് വേറെ ഹലോ അല്ല അതൊന്നും പറയല്ല, അതൊന്നും പറയല്ലേ. അല്ല എന്താ ബേബി? ആര് ബേബി ഇടിച്ചു? താരച്ചി പറഞ്ഞേക്ക്. താരച്ചി ഹലോ, നിങ്ങള് ഇങ്ങനെ ഒരു നിങ്ങളെ റിലേഷൻഷിപ്പിലല്ലേ രണ്ടാളും? അതെ. കുറച്ച് റൊമാൻറ്റിക് ആയിക്കോട്ടെ. ഷമീർക്ക് ഭയങ്കര റൊമാൻറ്റിക് ഹീറോ. അത് നിങ്ങൾ ആരും പറയണ്ടോ റൊമാൻറ്റിക് ആവണ്ട. ഞങ്ങളുടെ ഇഷ്ടമല്ലേ ഇതൊക്കെ ഇത്. പക്ഷെ ഞാൻ റൊമാൻറ്റിക് ആണല്ലോ. എടാ നീ എന്ത് നിന്റെ ഈ സ്വഭാവം മാറ്റം കേട്ടോ. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ മാത്രം സംസാരിക്കണം, അല്ലാണ്ട് തേർഡ് പേഴ്സൺ വന്നിട്ട് സംസാരിക്കില്ല. എന്നെ പേടിപ്പിച്ച് ഇതാരാന്ന്? എന്താന്ന് കൊറേ നാളായല്ലോ കണ്ടിട്ട്. ലോങ് ടൈം എന്തെല്ലാം വിശേഷം? ഇതാ കണ്ടാ താര ഇങ്ങനെയൊന്നും റൊമാൻറ്റിക് ആവല് കണ്ടാ? ഇതാ ഇതേപോലെ റോസാരിയോനെ ഇപ്പൊ കണ്ടില്ലേ? റൊമാൻറ്റിക് ആക്കി ഞാൻ കാണിച്ചുതരാം. നീ എന്നെ കാണിച്ചാ മതിയാ. ആള് മാറിപ്പോയ പ്രശ്നമാവും. ഞാൻ ഇതാ അല്ലല്ല ഇതിലൊരു തെറ്റുമില്ല. റൊസാരിയോ ലയും അതാ റൊസാരിയോ ലയും പോയി. ടെക്കായി നീ വെറും മൊണ്ണ. നീ ഒരാണല്ല ടെക്കായി, നീ ഒരാണല്ല. റൊസാരിയോ കൊണ്ടുപോയി, നീ ഒരാണല്ല. നീ തീർന്ന് ടെക്കായി, നീ ഒരു അയ്യേ. റൊസാരിയോന്റെ അനിയത്തിയാണ്, മനസ്സിലായ? അത് അറിയാണ്ട് ഞെക്കി പോയതാ. റൊസാരിയോന്റെ മനസ്സിൽ വേറൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങളിത് കണ്ട് താരങ്ങളില്ലാത്തപ്പോ എന്തെല്ലാം ചെയ്തെന്ന് ആര് കണ്ട്? എന്ത് കണ്ട്? താരം അങ്ങനെ ചെയ്യില്ല. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു വീഡിയോ വെച്ചിട്ടെ? അല്ല വേണ്ട, അല്ല നീ വീഡിയോ സൗണ്ടല്ലേ പോയി. നീ അയച്ച അതേത് വീഡിയോ? മറ്റേതാ? അതും നടന്നാ? എടീ താരാ, നീ എത്ര ഷൗട്ട് ചെയ്താലും ഞാൻ നിനക്ക് വേണ്ട ഞാൻ തരത്തില്ല. റൊസാരിയോ അതല്ല ഓള് ഉദ്ദേശിച്ചത്. റൊസാരിയോ ലൈനെ കെട്ടിപ്പിടിച്ച് നീ വായി പൊട്ടിട്ട് പോയ റൊസാരിയോ? എങ്ങോട്ടാ? ഇത് കുടുംബ പ്രശ്നം ഉണ്ടായ നല്ല ഇടാ. മൂത്രമൊഴിക്കാനും മുട്ടും. ഒരു മിനിറ്റ് പറയല്ലേ, മൂത്രമൊഴിച്ചിട്ട് ഒരു ഒറ്റ സെക്കൻഡ് എന്റെ ബ്ലാഡർ ഇപ്പൊ പൊട്ടും. ഒന്നും ഉണ്ടല്ലേ, ഞാൻ പോയിട്ടായിരുന്നു. ഇല്ല അല്ല എവിടെ പോയി? ഹലോ നിക്ക് താര, ടക്കാന്റെ നിന്റെ എന്തോ വീഡിയോ ഉണ്ട്, ഞാൻ ഇന്നെ പിടിച്ച്. ഞാൻ പറഞ്ഞില്ലേ താരേച്ചി ഇതാ പറയാൻ വരുന്നേന്ന്. എന്ത് വീഡിയോ?
കാണിക്ക്. എന്റെ ഒരു വീഡിയോ ഞാൻ നാ നോക്കട്ടെ. എടാ നീ എനിക്കൊരു പേടിയില്ല ഷമ്മി. ഞാൻ സത്യം പറയട്ടെ, ആക്ച്വലി നിന്റെ വീഡിയോ ആണ് ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയത്, മനസ്സിലായോ? അതെ അതെ അതാണ് സത്യം. എങ്ങനെ നിന്റെ വീഡിയോ ആണ് എനിക്ക് കിട്ടിയത്. എല്ലാ വീഡിയോ ഉണ്ട് എന്നല്ല നീ പറഞ്ഞത്. ഇതെന്താ നിങ്ങള് മൂന്നാള്? ഇപ്പൊ നീയല്ലേ പറഞ്ഞത് എന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ടെന്ന്. എന്റെ കയ്യിലല്ല, ടക്കായിന്റെ കയ്യിലുണ്ട് പറഞ്ഞ. ടക്കായി എന്നോട് ഇത് പറഞ്ഞത്. ആക്ച്വലി ശരിക്കും നിന്റെ വീഡിയോ ആണ് ടക്കയുടെ കയ്യിൽ ഉള്ളത്. എന്റെ വീഡിയോ ഏതാണെന്നറിയോ? നമ്മളിപ്പം റൂമിൽ പോയില്ലേ? പക്ഷേ അതെ, ആ വീഡിയോ എന്റെ കയ്യിലുള്ളത്. നമ്മള് റൂമിൽ പോയതാ. അത് ഉണ്ടാവുമല്ലോ. അതിനിപ്പോ എന്താ, അത് നിങ്ങളല്ലേ? എടാ അത് ഞാൻ എന്റെ ഒരു മിനിറ്റ്, ഇത് ഗാങ് ഹൗസ് ആണ്. ഇത് ഗാങ് ഹൗസ് ആണ്, മനസ്സിലായോ? അതന്നെ പറഞ്ഞു സ്വന്തം ബെഡ്റൂം അല്ല അത്. അതന്നെ റൂംസ് ആണ്. അപ്പൊ അതുകൊണ്ടാണോ നീ എനിക്ക് കിസ് തരാണ്ടെന്ന്? അല്ല അതുകൊണ്ടാണോ എനിക്ക് കിസ് തരാണ്ടെന്ന്? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. പലയത്ത് നല്ലൊരു റൂമുണ്ട്. എന്നാ വിട്ടാലോ? ഞാൻ വണ്ടി എടുക്കാം. നീ എന്തിനാ കുരിപ്പിങ്ങ? റൊസാരിയോടെ താരാ. ഹലോ. ആ, നമ്മൾ ഉമ്മ വയ്ക്കുന്നതോ ഹഗ് ചെയ്യുന്നതോ അതെല്ലാം നമ്മുടെ പേഴ്സണൽ അല്ലേ? അതെ. ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അത് ചോദിക്കുമ്പോൾ ഒരു പെണ്ണിക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അതെ, സോറി. ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കത് ഇഷ്ടമില്ല. ബാക്കി ആൾക്കാർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കത് ഇഷ്ടമില്ല. നമ്മൾ രണ്ടുപേരും നിൽക്കുമ്പോൾ നിനക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അപ്പം തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. പക്ഷെ ഇങ്ങനെ ആൾക്കാർ മുമ്പിൽ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാ? എനിക്ക് അവിടെ നിന്നേ, ഒരു മിനിറ്റ് ഒന്ന് അങ്ങോട്ട് പോവോ? എനിക്ക് അവിടെ നിന്നേ അവരുടെ മുന്നിൽ പറയാൻ പറ്റത്തില്ല. അത് നിന്നെ ഇൻസൾട്ട് ആക്കിയ പോലെ അല്ലേ? മനസ്സിലാക്ക്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഞാൻ സീരിയസ് എനിക്ക് മനസ്സിലായി. അപ്പൊ ഉമ്മ തരുവോ? ഒറ്റക്ക് ഉണ്ടാവുമ്പോ തരുവോ? തരൂല. ഇപ്പൊ അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്, നമുക്കൊന്ന് പോയിട്ട് വരല്ലോ. പോയിട്ട് വരാം. ബാബാ ജയ നീ എടുക്കല്ലേ, നീ വണ്ടി എടുക്കല്ലേ. ഷമീർക്ക, ഞാൻ പറട്ടെ, നിങ്ങളെ തകർക്കാൻ ഈ ലോകത്ത് ഒരാൾക്കും പറ്റില്ല ഷമീർക്ക. നിങ്ങൾ അത്ര നല്ല കപ്പിൾസാ. ഈ ഉമ്മം കൊടുക്കുന്നതിന് നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞ എന്തെന്ന്? അല്ല, അതെല്ലാം വേണം ഒരു ഇതായാല്, പിന്നെന്തിനാണ് പറഞ്ഞു. അല്ല, അത് വേണം, പക്ഷെ അത് ഇല്ലാത്ത പക്ഷം നിങ്ങൾ കപ്പിൾസാണ്, മനസ്സിലായോ? അങ്ങനെ. പക്ഷെ അതിലൊരു സുഖമില്ല. ഒരു മിനിറ്റ് ആക്കല്ലടാ. എന്താടാ പറയുന്നേക്ക്, ഞാൻ പറയുന്ന കേക്കടേ. നീ കൊറേ നാളായി എനിക്ക് കിസ് തരാന്ന് പറഞ്ഞ എന്നെ കൊറേ നാളായി നീ എന്നെ പറ്റിക്കുന്നു, മനസ്സിലായോ? ഒന്നും രണ്ടും ദിവസമല്ല ഞാൻ നിന്റെ ബാക്കിൽ നിന്ന് ഇതിനു വേണ്ടി നടന്നത്. വർഷങ്ങളായി ഞാനൊരു കിസ്സിന് വേണ്ടി നടക്കുന്നു. നിന്നോട് ചോദിക്കുമ്പോ നീ കുറേ എന്തെല്ലോ ന്യായങ്ങൾ പറയും. അങ്ങനെ ഇങ്ങനെ, ഇത് പറ്റൂല, ഇപ്പൊ പറ്റൂല, നാളെ പറ്റൂല. ഇത് കുറേ നാളായിട്ട് ഈ താരെ കുറേ നാളായിട്ട് ഞാൻ ഇത് മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്, മനസ്സിലായ? വർഷങ്ങളായി ഞാൻ ഒരു ഉമ്മക്ക് വേണ്ടിയിട്ട്, മനസ്സിലായ? ഒരു ഉമ്മക്ക് വേണ്ടിട്ട് നീ കേൾക്കുന്നുണ്ടാടാ ടക്കായിന്റെ മോനെ? എവിടെ പോയാ? കുടിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നിന്റെ മുമ്പിൽ പേടിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ അങ്ങനെ നിക്കുന്നത് കൊണ്ടോ നീ എന്നെ വെറും ഉണ്ടാക്കാനായിട്ട് കാണരുത്, മനസ്സിലായോ? എടാ ജയജന്റെ മോനുണ്ടായിടാ. എല്ലാവരും കേൾക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. എല്ലാവരോടും കൂട്ടിട്ട് ഞാൻ പറയും. ഒരാളോടോ രണ്ടാളോടോ അല്ലേ ഞാൻ പറയുന്നത്.
ഞാൻ നിങ്ങളോട് എല്ലാരോടും കൂടിയിട്ട് പറയും. കുറേ നാളായി ഗൈസ് ഞാൻ ഇവളെ കുറേ നാളായി ഞാൻ ഇങ്ങനെ ഇവളെ ബാക്കിൽ നിന്ന് നടക്കാൻ തുടങ്ങി. കുറേ നാളായി, മനസ്സിലാ? ഇവള് ഇന്ന് കിസ് തരും, നാളെ എന്നെ കെട്ടിപ്പിടിക്കും. പറഞ്ഞിട്ടുണ്ടോ നാളെ മുതൽ എന്റെ ഫ്രണ്ടിൽ നടക്ക്? ആരാ പറഞ്ഞു വേണ്ടെന്ന്? ഫ്രണ്ട് ബാക്ക് ഒന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയടാ ടക്കായിന്റെ മോനെ ഒന്ന് പറഞ്ഞു കൊടുക്കടാ എന്റെ വിഷമം, ഉമ്മ കിട്ടാത്ത വിഷമം. അല്ല നിനക്ക് ഉമ്മ കിട്ടാത്ത വിഷമം അവനക്ക് എങ്ങനെ മനസ്സിലാവും? ഓനും കിട്ടോ? ഓന് കിട്ടിയതാണല്ലോ. ഓന് പിന്നെ വേറെന്താ വേണ്ട? ഡെയിലി 10 കിസ്. അറിയാലോ ഏട്ടന്മാരെ സങ്കടം. അതെ, ഡെയിലി 10 കിസ്. അതായത് സത്യം പറഞ്ഞാല് ചില മനുഷ്യന്മാർക്ക് ഈ ഉമ്മ എല്ലാം വേണ്ടി വരും. ചില മനുഷ്യന്മാർ അങ്ങനെ ഒരു ചില മനുഷ്യന്മാരല്ല, എനിക്ക് മനസ്സിലായോ? എനിക്ക് പറയട്ടെ ടക്കായിന്റെ മോൻ പറ. ചില മനുഷ്യന്മാർ പെട്ടതാണ് ഷമീർക്ക. അതെ, മനസ്സിലായ? ഇവ മണ്ടനാണെങ്കിൽ ഒരു ബുദ്ധിയുണ്ട്. നിനക്ക് 10 കിസ് വേണമല്ലേ എല്ലാ ദിവസവും? ഒരു ഞാൻ ചെങ്ങായിക്ക് വേണമെങ്കിൽ ഒരു ഉമ്മ കൊടുത്തൂടെ? ഇതെന്താ റേഷൻ ആണടാ? റേഷൻ മന്ത്ലി റേഷൻ പോലെ അനക്ക് അത്ര കൊറേ 10 അനക്ക് വേണ്ട, അനക്ക് 10 വേണ്ട, അനക്ക് ഒന്ന് മതി. ആഴ്ചയിലൊന്ന്. വരാം. ഞാൻ ഈ ടക്കായിന്റെ മോന്റെ കൂടെ പോയിട്ട് വരുന്നടേ. നീ ഇവിടെ വെയിറ്റ് ചെയ്. പറയടാ. ഓവറല്ലടാ, ഞാൻ ഫിറ്റാണ്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇത്ര കപ്പാസിറ്റി ഉള്ളൂ? കപ്പാസിറ്റിനെ കുറിച്ച് 2 കൂടി അങ്ങ് അടിക്ക്. എന്നിട്ട് പറഞ്ഞാല് താരേന്റെ മോളെ വിളിച്ചിട്ട് തുടങ്ങി. അല്ലല്ല പോലെ അല്ല പറഞ്ഞേക്ക് കൊറേ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട്. ഈ ബാലനെ നോക്കണം. ബാലനായിരിക്കും അന്ന് ചിലപ്പോ ഞാൻ കണ്ടിട്ടിട്ടാ മുതുക്കില് ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ മുതുക്കില് വന്നാടന്നെ ഒരു വീഡിയോ അന്ന് ഞാൻ പറഞ്ഞില്ലേ കയ്യിലിങ്ങനെ നിക്കുന്നുണ്ടേനോന്ന്. ചിലപ്പം നിങ്ങളില്ലാത്ത സമയത്ത് ചിലപ്പോ ബാലനായിരിക്കാം. നീ കണ്ടതെന്താ? ഞാൻ കണ്ടതല്ല, നാട്ടുകാരിങ്ങനെ ഓരോന്ന് പറയുന്നതല്ലേ. എന്താ പറഞ്ഞേ? നിങ്ങൾ ഈ വെള്ളത്തിന്റെ പുറത്ത് നിങ്ങളൊന്നും ചെയ്യരുത്. വെള്ളത്തിന്റെ നീ പറ, നീ എന്താ കണ്ടത്? നീ പറഞ്ഞാ മതി എന്നോട്. അതായത് ഷമീർക്ക ഞാൻ പറയട്ടെ, അതായത് ഇത് നമ്മളറിയില്ലല്ലോ ഇത് സംഭവം എന്താണെന്ന് നാട്ടുകാര് പറയുന്നല്ലേ ഷമീർക്ക. അതെ, നീ എന്താ കണ്ടത് അത് പറ. അല്ല ഞാൻ കണ്ടിട്ടില്ല, നാട്ടുകാര് പറയുന്ന. നാട്ടുകാര് കണ്ടത് എന്നടാ ടക്കായിന്റെ മോനെ എന്നോട് ഞാൻ ചോദിക്കുന്നത്, അത് പറ. പക്ഷെ ഞാൻ പറയട്ടെ, നാട്ടുകാർ അങ്ങനെ പലതും പറയൂ. പലതും പറഞ്ഞോട്ടെ, ആ പറഞ്ഞത് എന്താന്ന് പറയടാ ടക്കായിന്റെ മോനെ. ചിലപ്പോ ഞാൻ പറയട്ടെ അവര് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആക്കാനായിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ നിങ്ങള് ബ്രേക്കപ്പ് ആവാൻ പാടില്ല. അതെന്താ എന്താ പറഞ്ഞത്? ഞാൻ പറയട്ടെ ഇങ്ങോട്ട് വാ. അല്ല ഷമീർക്ക ഇങ്ങോട്ട് വാ. ഈ ഉമ്മൻ കിട്ടാത്ത കേസിനല്ല ഈ പാവത്തിന് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചീത്ത അറിയുന്നത്? ഞാൻ പിന്നെ എനിക്ക് വിഷമമുണ്ടാ ഉമ്മ കിട്ടാത്തതിന്. വിഷമം ഉണ്ടെങ്കിൽ വിഷമത്തിൽ പറ. എങ്ങനെയാ ഉരുളി കമത്തി കിട്ടിയ പോലെ കിട്ടിയ ഗേൾഫ്രണ്ട് ആണ്. അതും കൂടി പോയാൽ നിങ്ങൾ മൊരറ്റ സിംഗിളായി നടക്കേണ്ടി വരും. ഉള്ള പറയാലോ കിട്ടിയതും വെച്ച് നിന്നോ, അല്ലെ ഊമ്പി കുത്തി ഇരിക്കേണ്ടി വരും. വെറുതെ ആ പെണ്ണിന് ഇങ്ങനെ ചൂതാക്കുന്നു വന്നാട്ടെ. വെറുതെ ഇത് ഉള്ളതും കൂടി പോവാൻ വേണ്ടിട്ട്. എന്താ ചെയ്തവനെ? ഇവരിപ്പോ എന്തിനാ കരയുന്നേ? അല്ല വെള്ളം അടിച്ചല്ല ഇങ്ങനെ കരയോ? ഞാൻ തെറ്റ് ചെയ്തു പോയി താരാ. ഞാൻ നിന്നെന്തോ കള്ള് കുടിച്ചതിന്റെ ഇതില് എന്തോ പറഞ്ഞു പോയി താരാ. അപ്പൊ ഇപ്പൊ കള്ള് കുടിച്ചതില്ല നീ? കള്ള് പോയോ? പോയി. ഞാൻ മൂത്രമൊഴിച്ചു. ഇവൻ എന്താ ചെയ്തേ അത്ര പെട്ടെന്ന് പോവാൻ? അതെ അല്ല മോരല്ല മറ്റേ പുളി
പുളിയും അല്ല വെള്ളം. താരാ നിങ്ങള് തമ്മിൽ മോളെ, എന്താണ് ഇവിടെ നടക്കുന്നേ? മോളെ താരാ മോളെ. ഓ ഒന്നും നടക്കുന്നില്ല, അതാണ് സത്യം. ഇല്ല ജയജന്റെ മോനെ അങ്ങനൊന്നും പറയല്ലേ മോളെ. അങ്ങനെയല്ല, ഇപ്പൊ ഒന്നും നടന്നില്ല. ആ, പറയാം അങ്ങനെ. പറയാം. ഞാൻ എന്തോ അറിയാണ്ട് നിന്റെ എന്തോ സങ്കടത്തിൽ എന്തോ പറഞ്ഞു പോയി മോളെ. അതെല്ലോ ഒന്ന് പ്ലീസ്. നിന്റെ സങ്കടം എല്ലാം ഞാൻ കേട്ട് മോനെ. എന്താ മോളെ? നിന്റെ സങ്കടം എല്ലാം ഞാൻ കേട്ട്. ഞാൻ അറിയാണ്ട് എന്തോ പറഞ്ഞു പോയി മോളെ. ആ വിഷമത്തില് എന്റെ അറിയാണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. പണ്ട് ഞാനും കുടിച്ചായിരുന്നു, മനസ്സിലായാ? സത്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ആര്? സർക്കടിച്ചപ്പോൾ ആരായാലും. ഞാനങ്ങനല്ല. സത്യം മാത്രം പറഞ്ഞ, പക്ഷെ അത് പറഞ്ഞ രീതി കുറച്ച് മാറിപ്പോയി. അത് സങ്കടം ഉള്ളതുകൊണ്ടാണ് മനസ്സിലായി. ചങ്ങായി പാവം മനസ്സിലായി. അങ്ങനെ പറഞ്ഞു കൊടുക്കണ ടക്കൈന്റെ മോനെ. മനുഷ്യനാ. അല്ല ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നേ എനിക്ക് ഈ പ്ലേസ് ബ്രേക്കപ്പിന് വേണ്ടി മാത്രം ആയിരിക്കും. ഇല്ല ഞാനൊക്കെയാ. വഴി മാറി ഇതിലല്ല ഇങ്ങോട്ടാ. ഏടെങ്കൊന്ന് ഉറച്ചു നിക്കടാ ജയജന്റെ മോനെ. ബാറ്റില് പോവല്ലേ? ഇല്ല പോവില്ല. എടാ നിനക്ക് വെയിമാറങ്ങണ്ട സമയം. മോനെ ഇതാരാന്ന് മോളെ? താരാ? ഞാൻ തൂറിയിട്ട് വരാം മോളെ. ഇവിടെ നിക്ക്. അല്ല നമുക്ക് മൂന്നാർ പോണം. മൂന്നാറിൽ എന്താന്ന്? ശരിയായൊരു സ്ഥലം മൂന്നാർ പോണാ. ആടെന്താ? അവിടെ നല്ല ഏരിയ ആണോ? ആ അവിടെ എപ്പോ പോവോ? അപ്പോ അല്ലേ? എന്നാ വാ 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 പോയോ? നമുക്ക് മൂന്നാർ പോവാ. വാ വാ വാ. താര എന്നാ നമുക്ക് മൂന്നാർ പോയിട്ട് വരാം. ഞാൻ കേറിയിട്ട് കേറാൻ പറ്റുന്നില്ല. ആ കേറിക്കോ, ഇവിടെ ആയാലും കുഴപ്പമില്ല. എടാ അൺലോക്ക് ചെയ്ത വണ്ടി. അൺലോക്ക് ആണല്ലോ. ആ ഇപ്പൊ അൺലോക്ക് ചെയ്ത. ഇത് അനക്ക് കയറാൻ പറ്റുന്നില്ല. F4 ഏതാ? F2 F6. ഓക്കെ ഞാൻ 4ലേക്ക് മാറിയിട്ടുണ്ട്. 4. മൂന്നാർ പോവാലോ. വാ. മൂന്നാർ മാർക്ക് എനിക്കറിയില്ല. റോക്സ് ഫുഡ് ഞാൻ ഓടിക്കാം. നീ മാറി ഇറങ്ങി. എനിക്കറിയാം. മറ്റേ അന്ന് പോയല്ലേ? എനിക്കറിയാം. മറ്റേ അതല്ലേ മറ്റേ ടെന്റ് ഒക്കെ ഉള്ള സ്ഥലല്ലേ? അതന്നെ. കേട്ടല്ല. അത് നിങ്ങളെ വിളിച്ച